ആ എല്ല് നിൽക്കുന്ന ഭാഗം, കണങ്കാലിന്റെ ഭാഗം, അത് മറയുന്ന രീതിയിൽ ഷോക്സ് ധരിക്കാനോ ഷൂ ധരിക്കാനോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, നമ്മുടെ ഹജ്ജിന്റെയും ഉംറയുടെയും ക്ലാസ് ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്നു എന്ന സന്തോഷം പലരും അറിയിക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇൽമ് നാഫിആയ ഇൽമാക്കി തരുമാറാവട്ടെ. ഉംറയിലേക്ക് പ്രവേശിക്കുന്നത് ഇഹ്റാമോടുകൂടെയാണ്. ഇഹ്റാം എന്ന് പറഞ്ഞാൽ ഉംറയുടെ അല്ലെങ്കിൽ ഹജ്ജിന്റെ നിയ്യത്ത് വക്കലോടുകൂടെ തൽബിയത്ത് ചൊല്ലുന്നതിനാണ് നാം ഇഹ്റാമിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നത്. ഇഹ്റാം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ നിഷിദ്ധമാക്കുക എന്നാണ്. ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അനുവദനീയമായിരുന്ന പല കാര്യങ്ങളും ഇഹ്റാമിലേക്ക് കടക്കലോടുകൂടെ ഹറാമായി, നിഷിദ്ധമായി മാറുന്നത് കൊണ്ടാണ് ആ ഒരു പ്രവർത്തനത്തെ ഇഹ്റാം ചെയ്യുക എന്ന് പറയുന്നത്. ഇഹ്റാമിലേക്ക് പ്രവേശിച്ച പുരുഷന് മാത്രം ഹറാമാകുന്ന പ്രത്യേകമായ ചില കാര്യങ്ങളുണ്ട്. സ്ത്രീകൾക്ക് ഹറാമാകുന്ന കാര്യങ്ങളുണ്ട്. സ്ത്രീക്കും പുരുഷനും ഹറാമാകുന്ന കാര്യമുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഈ ക്ലാസ്സിലൂടെ പഠിക്കാം. പുരുഷന് ഹറാമാകുന്ന കാര്യങ്ങൾ: ഒന്ന്, പുരുഷൻ തുന്നിക്കൂട്ടിയ വസ്ത്രം ധരിക്കാൻ പാടില്ല. തല മറയ്ക്കാൻ പാടില്ല. തൊപ്പി ഉപയോഗിച്ചോ, തലപ്പാവ് ഉപയോഗിച്ചോ, ടവൽ ഉപയോഗിച്ചോ, തോർത്തുമുണ്ട് ഉപയോഗിച്ചോ, ഇനി ഇഹ്റാമിന്റെ വസ്ത്രം ഉപയോഗിച്ചോ എങ്ങനെയും തല മറയ്ക്കാൻ പാടില്ല. പുരുഷന്റെ കണങ്കാല് അഥവാ നമ്മുടെ കാൽപാദത്തിന്റെ മുകളിൽ പൊന്തി നിൽക്കുന്ന ആ ഒരു എല്ല്, ആ എല്ല് നിൽക്കുന്ന ഭാഗം, കണങ്കാലിന്റെ ഭാഗം, അത് മറയുന്ന രീതിയിൽ ഷോക്സ് ധരിക്കാനോ ഷൂ ധരിക്കാനോ ചെരുപ്പ് ധരിക്കാനോ പാടില്ല. അപ്പോൾ പുരുഷന് അനുവദനീയമാകുന്ന ചെരുപ്പ് തന്റെ കണങ്കാല് മറയാത്ത രൂപത്തിൽ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലത്തെ ചെരുപ്പ് ധരിക്കലാണ് പുരുഷൻ ചെയ്യേണ്ടത്. കണങ്കാല് മറയുന്ന രൂപത്തിൽ പുരുഷൻ ചെരുപ്പ് ധരിക്കുന്നതും ഷൂ ധരിക്കുന്നതും ഹറാമാണ്. കയ്യുറ ധരിക്കലും ഹറാമാണ്. അതേസമയം സ്ത്രീകൾക്ക് ഈ പറഞ്ഞ 4 കാര്യങ്ങളും അനുവദനീയമാണ്. അവർക്ക് തലമറയ്ക്കാം, തലമറയ്ക്കണം, അവർക്ക് ഷോക്സ് ഉപയോഗിക്കാം, ഗ്ലൗസ് ഉപയോഗിക്കാം. തുന്നിക്കൂട്ടിയ വസ്ത്രങ്ങളും സ്ത്രീകൾക്ക് ധരിക്കാവുന്നതാണ്. സ്ത്രീകൾക്ക് ഹറാമായ കാര്യം, അവരുടെ മുഖം അവർ മറയ്ക്കാൻ പാടില്ല. മുഖം തുണി കൊണ്ടോ അല്ലെങ്കിൽ മുഖത്തേക്ക് സ്പർശിക്കുമാറ് മറ്റെന്തെങ്കിലും വസ്തുക്കൾ കൊണ്ടോ മുഖത്തെ മറയ്ക്കുന്നത് സ്ത്രീകൾക്ക് ഹറാമാണ്. സ്ത്രീക്കും പുരുഷനും 2 പേർക്കും ഹറാമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, സുഗന്ധദ്രവ്യം ഉപയോഗിക്കാൻ പാടില്ല. എണ്ണ തേക്കാൻ പാടില്ല. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, ചുംബിക്കുക, ഇത്തരം കാര്യങ്ങൾ പുരുഷനും സ്ത്രീയും പരസ്പരം ഒഴിവാക്കേണ്ടതാണ്. അശ്ലീലം പറയുക, തർക്കിക്കുക, മറ്റുള്ളവരുമായി ശണ്ഠ കൂടുക, ഇത്തരം കാര്യങ്ങളൊക്കെ നാം ഒഴിവാക്കേണ്ടതാണ്. വന്യമൃഗത്തെ വേട്ടയാടുകയോ വേട്ടയാടപ്പെടുന്ന വന്യമൃഗത്തിലേക്ക് സൂചന നൽകുകയോ വിരൽ ചൂണ്ടുകയോ അല്ലെങ്കിൽ അത്തരം ജീവികളുടെ മുട്ടയോ മാംസമോ കഴിക്കുകയോ വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നതെല്ലാം ഹറാമാണ്. തല മുതൽ കാല് വരെയുള്ള ശരീരഭാഗങ്ങളിലെ മുടികൾ പറിച്ചെടുക്കുകയോ വെട്ടുകയോ അല്ലെങ്കിൽ വടിക്കുകയോ ചെയ്യുന്നത് ഹറാമാണ്. മറ്റൊരാൾക്ക് നഖം വെട്ടിക്കൊടുക്കുകയോ അല്ലെങ്കിൽ സ്വന്തം നഖം മുറിക്കുകയോ ചെയ്യുന്നതും ഹറാമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ നാം ഇഹ്റാമിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇഹ്റാമിലേക്ക് പ്രവേശിച്ച് ഇഹ്റാമിൽ നിന്ന് പൂർണ്ണമായും വിരമിക്കുന്നത് വരെ ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം ഹാജിമാരും മുഅ്തമിരീങ്ങളായ ആളുകളും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊന്നും നമ്മുടെ ഭാഗത്ത് നിന്ന് വരാതെ സൂക്ഷിക്കണം. ചില കാര്യങ്ങൾ മനഃപൂർവ്വം ഉണ്ടായാൽ അതിന് വലിയ പ്രായശ്ചിത്തം കൊടുക്കേണ്ടി വരും. അറിയാതെ ഉണ്ടായാൽ പലപ്പോഴും സ്വതക്കകൾ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും വരാതെ നാം വളരെ ഗൗരവമായി ശ്രദ്ധയോടുകൂടെ നമ്മുടെ ഇഹ്റാമിന്റെ സമയം മുഴുവനായും ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അള്ളാഹ് ഇഹ്റാമിലേക്ക് പ്രവേശിച്ച ആളുകൾക്ക് കറാഹത്തായ ഒരുപാട് കാര്യങ്ങൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.